മിണ്ടിപ്പോകരുത്. സെൽവനോട് കളിക്കാനും സെൽവനെ തല്ലാനും നീ വളർന്നു അല്ലടി. നിന്നെ കൊല്ലാനാടി ഞാൻ വന്നത്. സെൽവൻ ഒരാളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. സാറിന്റെ ക്യാരക്ടർ വെച്ചിട്ട് സ്നേഹം തോന്നുന്ന എല്ലാവരും മക്കളാണല്ലോ. അങ്ങനെയല്ല നവീൻ, അവളെന്റെ യഥാർത്ഥ മകളാ, എനിക്ക് പിറന്ന മകള്. അത്ഭുതം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ അന്ന് കൃഷ്ണയെ കാണുന്ന സമയത്ത് അവളെന്റെ മകളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി, ഞാൻ ആ സമയം മുഴുവൻ എനിക്ക് പിറന്ന എന്റെ മകളെ തേടി അലയായിരുന്നു. പറയാൻ ഒരുപാടുണ്ട്. എന്തായാലും നിങ്ങൾ ഇനി ആ നാട്ടിലേക്ക് വരാൻ പോവല്ലേ, എന്റെ കഥ വിശദമായിട്ട് പറയാം. സത്യത്തില് അതൊരു ഷോക്കിംഗ് ന്യൂസ് ആയി പോയി സാർ. ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല. കേട്ടാ തന്റെ അവസ്ഥ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് അനുഭവിക്കുന്ന ഞാനും എന്റെ മോളും നടന്ന വഴികള് ഇതുവരെയും വിശ്വസിച്ച് തീർന്നിട്ടില്ല. അല്ല സാർ, അത് മോളാണെന്ന് പറഞ്ഞു. സാറിന്റെ ഫാമിലിയൊക്കെ? ഫാമിലി ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരു രസത്തിന്റെ കഥകളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുമ്പിൽ ചിരിയോടെ ഇരിക്കുന്ന ഈ ഞാൻ എത്രയെത്ര വേദനകളും പടവുകളും ചവിട്ടിക്കയറിയവനാണെന്ന്. കൃഷ്ണ വണ്ടിയിലുണ്ട്, ഇറങ്ങുന്ന നേരത്ത് നമുക്ക് കാണാം. അത് ശരി, ആളെവിടെ ഇരുത്തിട്ടാണോ സാറ് വന്നത്? വണ്ടിയിൽ എൻ്റെ പെങ്ങള് കൂടിയുണ്ട്. ഇത്രയും കാലം എൻ്റെ മകളെ വളർത്തിയ എൻ്റെ പെങ്ങള്, അവക്ക് നല്ല സുഖമില്ല. കൃഷ്ണ അവക്ക് കൂട്ടിരിക്കുക, ഇറങ്ങുമ്പോൾ നമുക്ക് കാണാലോ. എന്റെ പുരുസാറേ, എനിക്കൊരു ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. അന്ന് കൃഷ്ണയെ മോളിക്കുട്ടിയെ കാണുമ്പോ മോളിക്കുട്ടിയോട് ഉടക്കിയത് ഓർമ്മയുണ്ട്. ആ സമയത്ത് കൃഷ്ണയോട് എന്തെങ്കിലും പറഞ്ഞോന്നറിയില്ല. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കാൻ പറയണേ. ഇല്ലെങ്കിൽ അത് ചോദിക്കാൻ വരുന്നത് സാറായിരിക്കില്ലേ? ഓ എന്റെ അമ്മേ, സാറിന്റെ കൈയും കാലും കാണുമ്പോ ചെറിയൊരു പേടിയുണ്ട്. എന്റെ മാണിക്കുഞ്ഞ്, തന്റെ ഒരു കാര്യം. കുഴപ്പമില്ലടോ മാണിക്കുഞ്ഞെ, തന്റെ കാര്യം മൊത്തത്തിൽ ഞാൻ അങ്ങ് ക്ഷമിച്ചിരിക്കുക. ഇനി താൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കതങ്ങ് കോംപ്രമൈസ് ചെയ്തേക്കാം, പോരെ? അത് മതി. ഇവനൊക്കെ ഏത് ഒരു ബോധമില്ലാതെ വണ്ടി ഓടിക്കുന്നത്. ഡ്രൈവർ, വണ്ടി എടുക്ക. എടാ, ഇത് അവളല്ലേ? അതേണ, ഇത് അവള് തന്നെ. എടാ, വണ്ടി എടുക്കും, പുറകെ വിട്. എടാ, അവളാ ശ്രീനിവാസൻ സാറിന്റെ കൂടെയല്ലേ സിറ്റിയിലേക്ക് വന്നത്? അതെ. ഇതിപ്പോ വേറെ ആരോ ആണല്ലോ. കാറിലിരിക്കുന്ന സ്ത്രീയെ കണ്ടിട്ട് ഏതോ വലിയ പണക്കാരിയാന്നാ തോന്നണേ. അപ്പോ അവള് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോടാ. സിറ്റിയിലൊക്കെ ഇവൾക്ക് നല്ല പിടിപാടാണല്ലോ. അല്ലണ്ണ, 3 പേരെ ഒരുമിച്ച് തീർക്കാനല്ലേ മൂർത്തി സാറ് പറഞ്ഞേക്കണേ. ബാക്കിയുള്ളവരോടെ പോയി. ആദ്യം നമുക്കേ ഇവളെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് മറ്റുള്ളവരെ കണ്ടുപിടിക്കാം. ചവിട്ടി വിറ. വേഗം പോട്ടറ. ഇതാരീ തിരക്കൂട്ടുന്നത്? ഒപ്പം പിടിക്ക്.
ഇവന്മാരെ ഇന്ന് ഞാൻ മോളെ ഗാഥ. Who are you, man? Why are you following us? Tell me. Are you criminals? Are you trying to threaten us? You know who's my mummy? ആ, അപ്പൊ നിനക്ക് ഇംഗ്ലീഷും അറിയാം അല്ലേടി? എടീന്നോ? നീ ആരാടാ? എന്റെ വണ്ടിക്ക് മുന്നിൽ തടസ്സം നിൽക്കാൻ നീ ആരാന്നാ ചോദിച്ചേ? വാട്ട്സ് എ പ്രോബ്ലം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ദേ നിങ്ങൾക്ക് എന്നെ അറിയില്ല, ദേ ഇവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. സെൽവൻ ആരാണെന്ന് നിനക്കറിയില്ലേ? പറഞ്ഞു കൊടുക്കണി, പറഞ്ഞു കൊടുക്കാൻ. എടാ എടീ, മമ്മി മിണ്ടി പോകരുത്. സെൽവനോട് കളിക്കാനും സെൽവനെ തല്ലാനും നീ വളർന്നു അല്ലടി? നിന്നെ കൊല്ലാനാടി ഞാൻ വന്നത്. സെൽവൻ ഒരാളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ഏയ് കൊന്നുകളയും ഞാൻ. അതിനുള്ള അവകാശം സർക്കാർ എനിക്ക് തന്നിട്ടുണ്ട്. കാണണോ നിനക്ക്? വേണ്ട, എടാ വണ്ടി കയറാ. വേഗം വേഗം. മമ്മി സ്വയരക്ഷയെ കരുതി കൈ കരുതിയതാ. കാറിൽ എടുത്തു വെച്ച നന്നായി. അവന്മാരാരാ മമ്മി? അറിയില്ല, വല്ല പിടിച്ചുപറിക്കാരായിരിക്കും. പക്ഷേ മമ്മിയുടെ മുന്നിൽ അവര് നടുങ്ങിപ്പോയി. കണ്ടില്ലേ പേടിച്ചോടിയത്? തല്ലാൻ വന്നവര് തിരിച്ചോടിയാല് നമ്മൾ ജയിച്ചു എന്ന് കരുതാൻ പാടില്ല. ജയിച്ചു എന്ന് കരുതുമ്പോഴായിരിക്കും നമ്മൾ അബദ്ധം കാണിക്കുക.